ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കരിയർ ട്രാക്കർ PSCയുടെ പുതിയ ഒരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICC അവാർഡ്സിനെ കുറിച്ചാണ്. ICC അവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ക്രിക്കറ്റിലെ മികച്ച നേട്ടങ്ങൾക്ക് എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരങ്ങളാണ് ICC അവാർഡുകൾ എന്ന് പറയുന്നത്. ഇത് PSCക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ RRBക്ക് ആയിക്കോട്ടെ, SSCക്ക് ആയിക്കോട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. നേരിട്ട് ചോദ്യം വരാറുണ്ട്. ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്ലെയർ ആരായിരുന്നു എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രധാനപ്പെട്ടുള്ള എല്ലാ അവാർഡുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ മുഴുവനായിട്ട് കാണുക, നോട്ട് എഴുതി റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ പറഞ്ഞതുപോലെ ICC അവാർഡ്സ് 2024 പുരസ്കാരങ്ങളാണ് 2025 നൽകിയിരിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കുക, മെൻസ് ക്രിക്കറ്ററും വുമൻസ് ക്രിക്കറ്ററും ഉണ്ടായിരിക്കും. ആ രണ്ട് പേരുകളും നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. കാരണം ഇന്ത്യ ഈ വുമൻസ് വേൾഡ് കപ്പ് ഒക്കെ നേടിയിട്ടുള്ള കഥകളൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ആ ഒരു ക്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം റിലേറ്റ് ചെയ്ത് ഒരു പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെൻസ് ക്രിക്കറ്ററായിട്ട് ICC അവാർഡ്സ് മെൻസ് ക്രിക്കറ്റിൻ്റെ പുരസ്കാരം ഈ വർഷം ലഭിച്ചത് ജസ്പ്രീത് ബുംറയ്ക്കാണ്. നമുക്കറിയാം, ജസ്പ്രീത് ബുംറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹം ഒരു ബൗളറും കൂടിയാണ്. അപ്പോൾ ജസ്പ്രീത് ബുംറയാണ് മെൻസ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. ഈ ഒരു അവാർഡിൻ്റെ മറ്റൊരു പേരാണ്, ഇത് ചോദിക്കുകയാണെങ്കിൽ അത് റാങ്ക് മേക്കിംഗ് ചോദ്യമായിരിക്കും, സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി എന്ന് പറയുന്നത്. ഇത് ICCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ ICC മെൻസ് ക്രിക്കറ്റർ അവാർഡിൻ്റെ മറ്റൊരു പേരാണ് സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി എന്ന് ഓർത്ത് വയ്ക്കുക. ഈ വർഷം അത് ലഭിച്ചിട്ടുള്ളത് ജസ്പ്രീത് ബുംറയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്, നമുക്കറിയാവുന്നതാണ്. വുമൻസ് ക്രിക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അവാർഡ് ലഭിച്ചത് മെലി ഖേർ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസിലാൻഡ് പ്ലെയർക്കാണ്. ആ ഒരു അവാർഡിന് മറ്റൊരു പേരാണ് റേച്ചൽ ഹേ ഹോയ് ഫ്ലിൻറ്റ് ട്രോഫി എന്ന് പറയുന്നത്. ഈ പേര് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് ICC ക്രിക്കറ്റർ വുമൻസ് അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നുള്ള രീതിയിലാണ്. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് പേരുകളൊന്ന് ഓർത്ത് വെക്കുക. ജസ്പ്രീത് ബുംറ ഇന്ത്യ, മെലി ഖേർ അവർ എന്താ പറയുക, ന്യൂസിലൻഡ് പ്ലെയർ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്ത ഒരു അവാർഡ് എന്ന് പറയുന്നത് മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആണ്. ആ ഒരു പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ഇന്ത്യൻകാരനായിട്ടുള്ള ജസ്പ്രീത് ബുംറയ്ക്കാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേര് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പഠിച്ചു. മെൻസ് ക്രിക്കറ്ററും ജസ്പ്രീത് ബുംറയായിരുന്നു, ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയറും ജസ്പ്രീത് ബുംറയായിരുന്നു. ഈ ഒരു മേഖലയിൽ വുമൻസിന് എന്ത് ചെയ്തിട്ടില്ല, അവാർഡ് നൽകിയിട്ടില്ല. ഓക്കെ, മൂന്നാമത്തെ ഒരു അവാർഡ് എന്ന് പറയുന്നത് മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആണ്. അതുപോലെ വുമൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയറും. മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് അസ്മത്തുള്ള ഒമർസായ് എന്ന് പറഞ്ഞിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടർക്കാണ്. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടർക്കായിരുന്നു ആ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇവരുടെ പേര്, രാജ്യം, അവരുടെ ആ ഒരു പ്ലേയിങ്ങിലുള്ള പൊസിഷൻ എന്താണെന്നും കൂടെ, ഓൾറൗണ്ടർ ആണോ, ബാറ്റ്സ്മാൻ ആണോ, ബൗളർ ആണോ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. ഇവിടെ ഇദ്ദേഹം ഓൾറൗണ്ടറാണ്, അസ്മത്തുള്ള ഒമർസായ്. വുമൻസ് ODI ക്രിക്കറ്റർ ആയിരുന്നത് സ്മൃതി മന്ധാന ആയിരുന്നു. അവർ ഇന്ത്യൻ ബാറ്ററാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. നമ്മൾ ഈ ഒരു പേര് വുമൻസ് വേൾഡ് കപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടൊരു പേരാണ് സ്മൃതി മാന്ധാന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞത്, വുമൻസിൻ്റെ അവാർഡിൻ്റെ പേരും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം എന്ന് പറയാൻ കാരണം. നമുക്ക് അടുത്ത അവാർഡിലേക്ക് പോവാം. അടുത്ത അവാർഡ് എന്ന് പറയുന്നത് മെൻസ് 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയറും അതുപോലെ വുമൻസ് 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയറും ആണ്. ഇവിടെ മെൻസ് 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അർഷദീപ് സിംഗിനാണ്. അദ്ദേഹം ബൗളറാണ്. അപ്പോൾ എന്താണ് അവരുടെ ഒരു ഡെസിഗ്നേഷൻ എന്ന് ഓർത്ത് വയ്ക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു ബൗളറാണ്, ഇന്ത്യക്കാരനാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ വുമൻസ് 2020 ക്രിക്കറ്റ് അവാർഡ് ലഭിച്ചത് മെലി ഖേർ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസിലാൻഡ് ഓൾറൗണ്ടർക്കാണ്. ഇത് ഈ പേര് നമ്മൾ ആദ്യം കേട്ടിരുന്നു. ആദ്യത്തെ അവാർഡ് നമ്മൾ പറഞ്ഞിരുന്നു, വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരുന്നത് മെലി ഖേറിനായിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തൊരു പുരസ്കാരം എന്ന് പറയുന്നത് എമർജിംഗ് മെൻസ് ക്രിക്കറ്ററും എമർജിംഗ് വുമൻസ് ക്രിക്കറ്ററുമാണ്. ഈ ഒരു പുരസ്കാരം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, പേര് ഓർത്താൽ മതി. കെമിൻഡു മെൻഡിസ് ആണ്, അദ്ദേഹം ശ്രീലങ്കക്കാരനായിരുന്നു. അതുപോലെ തന്നെ വുമൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് അനിറെ ഡെറിക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ പ്ലെയർക്കാണ്. അപ്പോൾ ഇത്രയും അവാർഡുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞത് ബെസ്റ്റ് പ്ലെയർ, ടെസ്റ്റ് ക്രിക്കറ്റർ, T20, അതുപോലെ തന്നെ എമർജിംഗ് പ്ലെയർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് പറഞ്ഞത്. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളൂ. പേരുകൾ ഓർത്ത് വെക്കുക, രാജ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരാം. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ICC അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.